ഏറ്റവും ഒടുവിലായി സംസ്ഥാനത്ത് വയനാട്ടിലെ നൂൽപ്പുഴയിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മനുഷ്യജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാപ്പാട് ഉന്നതിയിലെ മാനുവാണ് മരിച്ചത്. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വരുന്നതിനിടയിലായിരുന്നു കാട്ടാനയുടെ ആക്രമണം. ഒപ്പമുണ്ടായിരുന്ന ഭാര്യ ചന്ദ്രികയെ ഏറെ സമയം കാണാതായിരുന്നു. പിന്നീട് അവരെ കണ്ടെത്തി. അവർക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ആദിവാസികളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ എടുത്തിട്ടേയില്ല എന്ന് നാട്ടുകാർ തന്നെ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയുന്നത് നമ്മൾ കേട്ടു. സങ്കടകരമായ സാഹചര്യമാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയാണ്. കമൽ നൂൽപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ അയച്ചിരുന്നു. കമൽ, സങ്കടത്തോടെ തങ്ങളുടെ പ്രിയപ്പെട്ട ആളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ ആ കുടുംബം കാത്തു നിൽക്കുന്നു. ജനങ്ങൾ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇവർക്ക് ഇനിയും സുരക്ഷിതമായ ഒരു ഇടം ഒരുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ജനങ്ങൾ തന്നെ നമ്മുടെ സംവിധാനങ്ങളോട് ചോദിക്കുന്നു. എന്താണിപ്പോൾ അവിടെ നടക്കുന്നത്? ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായോ? പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാരെങ്കിലും ജനപ്രതിനിധികളോ മറ്റോ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? ആശ്വാസത്തിൻ്റെ വാക്കുകൾ കൊണ്ടെങ്കിലും. ദിവിഷ്, ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായെങ്കിൽ കൂടി ആ മൃതദേഹം ഇവിടെ നിന്ന് കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ തണലത്തേക്ക് മൃതദേഹം മാറ്റി കിടത്താൻ വൈൽഡ് ലൈഫ് വാർഡൻ എത്തുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വൈൽഡ് ലൈഫ് വാർഡൻ രാകേഷ് ഡാലിയ ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുണ്ട്. ഇനി വൈൽഡ് ലൈഫ് വാർഡനുമായി ഒരു ചർച്ച നടത്തിയ ശേഷം ആയിരിക്കും ഈ കാര്യങ്ങൾ ഉണ്ടാവുക. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ചുമതലയുള്ള വൈൽഡ് ലൈഫ് വാർഡൻ രാകേഷ് ഡാലിയാണ് ഈ സംഭവം ഉണ്ടായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹവുമായി ഉള്ള ചർച്ചകൾക്ക് ശേഷം ഇനി മറ്റ് കാര്യങ്ങൾ ഉണ്ടാകും. സുൽത്താൻ ബത്തേരി DYSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുണ്ട്. അവരുമായി ഒക്കെ ചർച്ച നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ വൈൽഡ് ലൈഫ് വാർഡൻ എത്തിയിരിക്കുന്നത്. വൈൽഡ് ലൈഫിൽ പെട്ട ഏരിയയിലാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് വാർഡനാണ് ഈ പ്രദേശത്തെ വനമേഖലയുടെ ചുമതലയുള്ള വയനാട്ടിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ. അദ്ദേഹമാണ് ഇപ്പോൾ സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരുമായും ജനപ്രതിനിധികളുമായും പ്രാഥമികമായി കാര്യങ്ങൾ തിരിയുന്നത്. ക്ഷമിക്കണം, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടായിരുന്നു. വരുൺ ഡാലിയ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വൈൽഡ് ലൈഫ് വാർഡനാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ വൈൽഡ് ലൈഫ് വാർഡനായിട്ടുള്ള വരുൺ ഡാലിയ ഇവരുമായി സംസാരിക്കുന്നത്. ഈ സംഭവങ്ങൾക്ക് വൈൽഡ് ലൈഫ് വാർഡൻ ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്.